കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2019 മോഡൽ ഫോർഡ് ഫിഗോണ്. ആംബിയൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നിരിക്കുന്ന മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടിയാണ്. ഇതിൻ്റെ എവിടെ നോക്കിയാലും നമുക്കൊരു പുതുമ കാണാൻ പറ്റും. നമ്മൾ ഫ്രഷ് വാഹനത്തിന് എങ്ങനെയാണോ കയറണം ആ രീതിയിലാണ് ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തത്. ഈ ഇൻറ്റീരിയേഴ്സ് ആയാലും ഈ സീറ്റ്സ് ആയാലും അതിൻ്റെ ആ ഫൈബർ എവിടെ നോക്കിയാലും നമുക്കൊരു പുത്തൻ വാഹനം കാണാൻ ഫീൽ നമുക്ക് ഈ വാഹനം കിട്ടും. അപ്പോൾ ഈ വാഹനം നോക്കുകയാണെങ്കിൽ വലിയ കിലോമീറ്റർ ഒന്നും ഓടിയില്ല. ഏകദേശം 30 കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ ഇൻറ്റീരിയേഴ്സ് വേണമെങ്കിൽ കാണിച്ചു തരാം. 35 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ മാത്രമല്ല വണ്ടി നിലവിൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. പിന്നെ ഡീസലായതുകൊണ്ട് തന്നെ നമുക്ക് മൈലേജും പവറൊക്കെ നമുക്ക് ഫിഗർ തരും. അത് പിന്നെ എടുത്തുകൊണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫുള്ള് വീഡിയോയിലേക്ക് പോയേക്കാം. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എഞ്ചിൻ ഭാഗം എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. കൗണ്ടിങ് കാർസ് മലയാളം ഈ ചാനൽ തന്നെ ഫോളോ ചെയ്തേക്കാം. കാരണം ഡെയിലി 35,000 രൂപ മുതൽ ലക്ഷക്കണക്കിന് വരെയുള്ള വാഹന വീഡിയോസ് നമ്മുടെ ചാനലിൽ കൂടി ആയിരിക്കും നിങ്ങളിലേക്ക് ഡെയിലി എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാഹനം കണ്ടുവരാം. അതിനുശേഷം നമുക്ക് റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ഫോർഡിൻ്റെ ഫിഗോ ആണ്. അപ്പോൾ ഫിഗോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ന്യൂ ഷേപ്പിൽ വന്നിരിക്കുന്ന ഫിഗോ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കണ്ടു ഞാൻ ഞെട്ടുട്ടോ. കാരണം നമ്മൾ ഷോറൂമിൽ കയറുമ്പോൾ ഇത് ഒരു വണ്ടിയുടെ ഉള്ളിൽ കയറുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇരിക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഫൈബർ ആയാലും ഉള്ളിലത്തെ ഫൈബർ ആയാലും അല്ലെങ്കിൽ ബാക്കി എല്ലാ ഭാഗങ്ങളും ഒരു പുത്തൻ ഫീൽ നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു മോഡൽ ചേഞ്ച് വന്നിരിക്കുന്ന ഫിഗോ ആണ്. ഇപ്പോൾ നമുക്കറിയാം ഫിഗോന് ഒരുപാട് ചേഞ്ചസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം ആ ഒരു പുത്തൻ ഷേപ്പിൽ വന്നേക്കണ ഫിഗോ ആയിരുന്നു. ഫിഗോ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണേക്കാൻ മുമ്പ് ഇറങ്ങിയേക്കണ ഫിഗോൻ്റെ മോഡലാണിത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി വരുന്നത് 2018 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. 18ആണോ 19ആണോ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യട്ടെ. 19 മോഡലാണ് ഈ വാഹനം വന്നേക്കണം. ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കിയേക്കാം. അതിൻ്റെ ടോപ്പ് വ്യൂ നോക്കണം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് വീലാർസിലേക്ക് പോകാം. ഈ വീലാർസ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നമുക്കിനി വാഹനത്തിൻ്റെ ബോണറ്റിലേക്ക് നടക്കാം. ബോണറ്റ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബോണറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്ക് വന്നേക്കുമ്പോൾ ലാമ്പിലേക്ക് നോക്കാം. ലാമ്പ് നല്ല നീറ്റായിട്ടിരിക്കുന്ന ലാമ്പ് കാണാൻ പറ്റും. താഴെ ഫോഗ് ലാമ്പിനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഫോഗ് ലാമ്പ്സ് നമുക്ക് വരുന്നില്ല. ഫ്രണ്ട് പോർഷൻ നോക്കാം. ഫ്രണ്ട് പോർഷൻ ആയാലും ഇവിടെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ലാമ്പും ഇവിടെ ഭംഗിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. വീലാസിലേക്ക് വരുമ്പോൾ ഇവിടെ സ്ക്രാച്ചസ് ഉണ്ട് കേട്ടോ. പിന്നെ ടയേഴ്സ് നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. സൈഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ 2 ഡോറും ഇവിടെ നീറ്റാണ്. പക്ഷേ താഴെ ഇവിടെയും നമുക്ക് ചെറിയൊരു സ്ക്രാച്ച് ഡെൻറ്റും കിട്ടുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഡെൻറ്റ് ഇവിടെ കാണാൻ പറ്റും. വീലാർസ് ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഗ്രിപ്പ് കുറച്ച് കുറവാണെങ്കിലും കുഴപ്പമില്ലാത്ത ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. സൈഡ് പോർഷനൊക്കെ നോക്കാം. ബാക്കിലേക്ക് വരാം. ഇവിടെ വിൻഷീൽഡിലേക്ക് വരുമ്പോൾ നീറ്റായിട്ടിരിക്കുന്ന വിൻഷീൽഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ലിഡ് നോക്കാം. ലിഡ് ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസ് ആയാലും ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. കുഴപ്പമില്ലാത്ത ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. 2 ഡോറും നോക്കാം. 2 ഡോറും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്ന 2 ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സിന് പരിചയപ്പെടാം. ഡോർ പാഡ്സ് ഇവിടെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് സീറ്റ്സൊക്കെ കമ്പനി സീറ്റ്സ് തന്നെ നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിനി ഡാഷ്ബോർഡിലേക്ക് വരണമെങ്കിൽ ഇവിടെ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 2 എയർ ബാഗ് വരുന്നുണ്ട്. വെറും 39,000 കിലോമീറ്റർ വാഹനം ഇപ്പോൾ ഓടിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ മിഡിലെ കൺസോളും കാര്യങ്ങളും നോക്കാം. മ്യൂസിക് സിസ്റ്റമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. താഴെ ഫ്ലോർ ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ ഡോർ പാഡ്സും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർ പാഡ്സ് നമുക്കിവിടെ കാണാം. റിയറിലെ സീറ്റ്സ് നോക്കാം. റൂഫായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് റോളിംഗ് വിൻഡോസാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഇവിടെ ന്യായമായിട്ടുള്ള ലെഗ് റൂം കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കാണാൻ പറ്റും. ഇവിടെയും സീറ്റ്സ് നോക്കാം. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ സ്പേസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. ഞാൻ ലിഡ് നപ്പിയിട്ടെ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2019 മോഡൽ വണ്ടിയാണിത്. അതുകൂടാതെ തന്നെ ഡീസലാണ് ഇതിൻ്റെ ഫ്യൂൽ വന്നേക്കണം. അപ്പോൾ നല്ല മൈലേജാണ് ഈ വാഹനം തരുന്നത്. അതേപോലെ എഡ്ജസ്സൊക്കെ നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെയും നോക്കാം. ഇവിടുത്തെ എഡ്ജസ് നോക്കാം. അതേപോലെ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ ഇനി സ്പോട്ട് ചെയ്യാം. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു
എൻജിൻ റൂം നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ ഇവിടെ ലിഡ് നോക്കാം. ഈ ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി വാഹനത്തിൻ്റെ ബൂട്ടിലേക്കൊന്ന് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഞാൻ ലിഡൊന്ന് അപ്പ് ചെയ്യണേ. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. കാണാം, പുത്തൻ വണ്ടി എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതിയിലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു രീതിയിലുള്ളൊരു പൊടി അഴുക്കോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. വളരെ നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കാണാൻ പറ്റും. പിന്നെ നമുക്കിതിൻ്റെ എഡ്ജസ്റ്റിലേക്ക് നോക്കാം. എഡ്ജസ്റ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നോക്കാം. നീറ്റായിട്ടിരിക്കുന്ന എഡ്ജസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ ലിഡിലേക്ക് പോകാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ്. ഒരു പാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് പ്ലാറ്റ്ഫോം ഒന്ന് അപ്പ് ചെയ്യാം. ടയേഴ്സ് നോക്കാം. ടയേഴ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ടയേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ സ്പെയർ വീൽ റൂമായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സ്പെയർ വീൽ റൂമും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. 2019 മോഡൽ ഫോർഡ് ഫിഗോ ഡീസൽ എഞ്ചിനാണ്. മാനുവൽ ട്രാൻസ്മിഷൻ, ആംബിയൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്ന വണ്ടിയാണ്. നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചാണ് സിംഗിൾ ഓണർഷിപ്പിൽ വന്ന വണ്ടിയാണ്. ഈ ഒരു വാഹനം നമ്മൾ പരിചയപ്പെടുമ്പോൾ ഇത് സാധാരണ വാഹനം പറഞ്ഞ പോലെ ഇത് ഫ്രഷ് വാഹനം പോലെ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ ഇരിക്കും. ഫ്രഷ്നെസ് ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് തോന്നും. അത് നിങ്ങൾ ഇൻറ്റീരിയേഴ്സ് കണ്ടപ്പോൾ മനസ്സിലാക്കാനുണ്ടാവും. നമുക്കിനി റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കുന്നൊക്കെ ആകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു ഫിഗോൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5.5 ലക്ഷം രൂപയാണ്. 5.50 lakhs നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പറും എൻ്റെ കോൺടാക്ട് നമ്പറും കൊടുത്താൽ നിങ്ങൾക്ക് വിളിക്കാൻ സംസാരിക്കാം. എനിക്കാണെന്നുണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് അയക്കാൻ മറക്കരുത്. കാരണം കോൾ ചെയ്യാൻ ചിലപ്പോൾ റിപ്ലൈ കിട്ടിയെന്ന് വരില്ല. വോയിസ് ഇട്ടേക്കാം, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് വാച്ചിങ്.